പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്രീനൽ ഗ്രന്ഥിയെക്കുറിച്ചാണ്. അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് അഥവാ അഡ്രീനൽ ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി അഥവാ അഡ്രീനൽ ഗ്ലാൻഡ്. അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ അഡ്രീനൽ ഗ്രന്ഥിയാണ്. എന്താണ് അടിയന്തര ഘട്ടം? നമുക്ക് ഒരു ഭയത്തെ അല്ലെങ്കിൽ ഒരു അപകടത്തെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിനെ പ്രവർത്തന സജ്ജമാക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ചിത്രത്തിൽ വൃക്കയുടെ അഥവാ കിഡ്നിയുടെ മുകളിൽ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് അഡ്രീനൽ ഗ്രന്ഥി. അത് വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് അതിന് തൊട്ടടുത്തായിട്ട് വച്ചിരിക്കുന്നത്. അഡ്രീനൽ ഗ്രന്ഥിക്ക് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉള്ളത്. പുറമേ കാണുന്ന ഭാഗമാണ് കോർട്ടക്സ്, ദാറ്റ് ഈസ് ഔട്ടർ കോർട്ടക്സ്. ഉള്ളിൽ കാണുന്ന ഭാഗമാണ് മെഡുല്ല, ഇന്നർ മെഡുല്ല. പ്രധാനമായും 5 ഹോർമോണുകളാണ് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. There are 5 hormones mainly produced by adrenal gland. അവയാണ് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ലൈംഗിക ഹോർമോണുകൾ, that is otherwise known as sex hormones. ഇവയിൽ ആദ്യത്തെ 2 ഹോർമോണുകളായ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, the first 2 hormones are produced by inner part of the adrenal gland called medulla. അഡ്രീനൽ ഗ്രന്ഥി അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായി നമ്മൾ പറഞ്ഞു. അവയാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അവയെ പറയുന്ന മറ്റു പേരുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. We have already studied that adrenal gland helps us to overcome the emergency situation. They produce 2 hormones, namely epinephrine and norepinephrine. They are otherwise known as adrenaline and noradrenaline. അടുത്തതായി നമുക്ക് എപ്പിനെഫ്രിന്റെയും നോർ എപ്പിനെഫ്രിന്റെയും ധർമ്മങ്ങളെ കുറിച്ച് പഠിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് എപ്പിനെഫ്രിൻ. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. ഇത് നമ്മൾ മുൻപ് പഠിച്ചതാണ്. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥ. അപ്പോൾ എപ്പിനെഫ്രിൻ അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. നോർ എപ്പിനെഫ്രിന്റെ ധർമ്മമാകട്ടെ എപ്പിനെഫ്രിനോടൊപ്പം
ചേർന്ന് പ്രവർത്തിക്കുകയാണ്. We have already studied about the nervous system in our body. It has two main parts, central nervous system and peripheral nervous system. Here we are studying about sympathetic nervous system. It is a part of autonomous nervous system, which in turn is the part of peripheral nervous system. So we studied the functions of epinephrine. It acts along with the sympathetic nervous system, and norepinephrine acts along with epinephrine. അടുത്തതായി നമുക്ക് അഡ്രീനൽ ഗ്രന്ഥിയുടെ 3 ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളും പരിചയപ്പെടാം. Next we can study about the 3 hormones and their functions. ഒന്നാമത്തേതാണ് കോർട്ടിസോൾ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസിന്റെ നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, ഇവയാണ് കോർട്ടിസോളിന്റെ ധർമ്മം. അടുത്തതായി ആൽഡോസ്റ്റിറോണിന്റെ ധർമ്മമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ വൃക്കയിൽ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിലെ ലവണത്തിന്റെയും ജലത്തിന്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സഹായിക്കുകയും രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. മൂന്നാമതായി ലൈംഗിക ഹോർമോണുകൾ അഥവാ സെക്സ് ഹോർമോണുകൾ. ഇവ നമ്മുടെ ശരീരത്തിലെ ലൈംഗിക വളർച്ചയെയും അതിന്റെ ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ഒരു അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് ഏറ്റവും ആദ്യം പ്രവർത്തിക്കുക. പ്രവർത്തിച്ചു തുടങ്ങുക സിമ്പത്തറ്റിക് വ്യവസ്ഥയാണെങ്കിലും ഇത് അധിക നേരത്തേക്ക് നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നത് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ചേർന്നാണ്. അഡ്രീനൽ ഗ്രന്ഥിയും അതുപോലെ തന്നെ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു അടിയന്തര ഘട്ടം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അടുത്തതായി സൂചകങ്ങളുടെ ഉത്തരങ്ങളാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ സ്ഥാനവും ഭാഗങ്ങളും. അഡ്രീനൽ ഗ്രന്ഥി വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നു. ഇതിന്റെ ഭാഗങ്ങളാണ് പുറംഭാഗം കോർട്ടക്സും ഉൾഭാഗം മെഡുല്ലയും. അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന ഹോർമോൺ പ്രവർത്തനങ്ങൾ. ഹോർമോണൽ ആക്ഷൻസ് ദാറ്റ് ഓവർകം എമർജൻസി സിറ്റുവേഷൻസ്. ഒരു അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് ഏറ്റവും ആദ്യം പ്രവർത്തിക്കുക. പ്രവർത്തിച്ചു തുടങ്ങുക സിമ്പത്തറ്റിക് വ്യവസ്ഥയാണെങ്കിലും ഇത് അധിക നേരത്തേക്ക് നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നത് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ചേർന്നാണ്. അഡ്രീനൽ ഗ്രന്ഥിയും അതുപോലെ തന്നെ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു അടിയന്തര ഘട്ടം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. When we are facing an emergency situation, our sympathetic nervous system is reacting first, but it is only for a short time. This activity is continued with the help of adrenal gland. Adrenal gland produces epinephrine, and that helps to continue this action. Norepinephrine acts along with epinephrine, and both sympathetic nervous system and adrenal gland together helps to face that emergency situation. It is by the combined action of adrenal gland and also
sympathetic nervous system together help us to face that emergency situation.